നമസ്കാരം. നമുക്കിന്നൊരു ബനാന നട്ട് ബ്രെഡ് ഉണ്ടാക്കിയാലോ? ഞാൻ ഇന്നൊരു പൊള്ളിക്കും നല്ലതുപോലെ പഴുത്ത 5 പഴം. ഈ പഴം ഒരു ഫോർക്ക് കൊണ്ട് നല്ലപോലെ അടിച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് മാഷ് ചെയ്തെടുക്കണം. നല്ലൊരു ഫോർക്ക് നല്ലൊരു കൈ മാത്രം മതി. ബാ 2 മുട്ട നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം. ആ അടിച്ചെടുത്ത പഴത്തിലേക്ക് 150 ഗ്രാം ബട്ടറും ഇപ്പം അടിച്ച മുട്ടയും കൂടെ നമുക്ക് അങ്ങനെ ചേർക്കാം. 150 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ, അടിച്ചെടുത്ത മുട്ട. എന്നിട്ട് ഇവനെ നമുക്ക് കെയർഫുൾ ആയിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഈവനായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് ഓവൻ ഒരു 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ പറ്റാം. ഇനി ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. 250 ഗ്രാം പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, 2 ടീസ്പൂൺ സിന്നമൺ പൊടി, 2 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നട്ട് തട്ടി മിക്സ് ചെയ്യാം. 1/2 കപ്പ് കടലപ്പരിപ്പ് നടുവേ പിളർന്ന് ചേർക്കുക. വീണ്ടും അത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് ബട്ടർ തടവി 2 ബ്രെഡ് പാനിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിന്റെ സൈസ് 8.5, 4.5, 2.5 എന്നിട്ട് ഇവനെ രണ്ടിനെ നമുക്ക് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അല്ലെ 175 ഡിഗ്രി സെൽഷ്യസിൽ 45 മുതൽ 1 മണിക്കൂർ 5 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബനാന നട്ട് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് എടുക്കാം. ഇൻസേർട്ട് ചെയ്ത് ടൂത്ത് പിക്ക് ക്ലീൻ ആയി വരുന്നിടം വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഇതിന് ടോട്ടൽ 1 മണിക്കൂറാണ് എടുത്ത് ബേക്ക് ചെയ്യണം. നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിരുന്നേ, പറ്റുമെങ്കിൽ ഒരു കമന്റും, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം.